MOM-2F ആറാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. ഇത് ഓർഗനൈസേഷൻ അഡ്ഹിയർസ് ടു ദ പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ മെഡിക്കേഷൻസ് നോട്ട് ലിസ്റ്റഡ് ഇൻ ദ ഫോർമുലറി. ആ പ്രൊസീജിയർ ഡോക്യുമെന്റഡ് ആയിരിക്കണം. അവിടെ സ്റ്റാർ ഉണ്ട്. സോ നമ്മുടെ ലോക്കൽ പർച്ചേസുകൾ ചെയ്യേണ്ടി വരാം. നമുക്ക് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് എത്തിക്കേണ്ടുന്നത് വരാം. ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടുന്ന കാര്യത്തിൽ OP-യിലാണെങ്കിൽ പുറത്തേക്ക് കൊടുത്തു വിടുന്നുണ്ടാകാം, IP-യിലാണെങ്കിൽ മേടിച്ചേ പറ്റൂ. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോർമുലറിക്ക് പുറത്ത് ഉള്ള ഒരു മരുന്ന് വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി എഴുതപ്പെട്ട് വെച്ചൊരു പ്രൊസീജിയർ ഉണ്ടാവണം. ആരാണത് അപ്രൂവ് ചെയ്യുന്നത്, ഓതറൈസേഷൻ ആരുടെ എന്നാണ്. അങ്ങനെ ഒരു പ്രോബ്ലം, ഒരു മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നതിനെ റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ത് മാർഗത്തിലാണ്, ആ ഡിസിഷൻ മേക്കിംഗ് ആരാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ റെഗുലർ ആയിട്ടൊരു മരുന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഫോർമുലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് എന്ത് തീരുമാനമെടുക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം, എപ്പോൾ തീരുമാനമെടുക്കണം, അതിനെന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത പ്രൊസീജിയർ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ഈ ആറാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് MOM-2F-ൽ പറയുന്നത്. ദ ഓർഗനൈസേഷൻ അഡ്ഹിയർസ് ടു ദ പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ medications not listed in the formulary.